സഫലയാത്ര, അഞ്ചാമിടം, നിയോഗം. യാദൃച്ഛികമെന്ന് കരുതുന്ന പലതും അത്ര യാദൃച്ഛികമല്ല എന്ന് ജീവിതത്തിൽ പിന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നാം പിറന്നു വീണ സ്ഥലം, നാം പിറന്നു വീണ കുടുംബം, നാം പിറന്നു വീണ ഇടങ്ങൾ, നമ്മളെ സഹായിച്ച കരങ്ങൾ, ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് മാനുഷിക ബുദ്ധിയിലുള്ള ഒരു വായനയിൽ നമുക്ക് തോന്നാം. പക്ഷേ ആഴത്തിലുള്ള ഒരു ദർശനം നമുക്ക് മനസ്സിലാക്കി തരും അതൊന്നും അത്ര യാദൃച്ഛികമല്ലായിരുന്നുവെന്നും അത് ദൈവത്തിൻ്റെ നിയോഗപൂർത്തിയായിരുന്നു എന്നും. കുരിശു വഹിച്ച് മുമ്പോട്ട് നീങ്ങുന്ന യേശുവിൻ്റെ സഫല യാത്രയിൽ അവനെ സഹായിക്കുവാനായി വയലിൽ നിന്ന് കയറി വന്ന ഒരുവനെ, ശിമയോനെ, അവർ തിരഞ്ഞെടുത്തു. അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവനെ കൊണ്ട് കുരിശ് ചുമപ്പിച്ചത്. പ്രാണഭയമുള്ളതുകൊണ്ട് അവൻ കുരിശ് ചുമന്നു. പക്ഷേ അവൻ പിന്നീട് തിരിച്ചറിയും താൻ ചുമന്നത് ദൈവത്തിൻ്റെ രക്ഷയുടെ കുരിശാണെന്നും ആ രക്ഷയുടെ ഭാരം മുഴുവൻ തൻ്റെ തോളിൽ വഹിക്കുവാനായി ദൈവം നമുക്ക് ഭാഗ്യം തന്നതാണെന്നും അവൻ തിരിച്ചറിയും. ദൈവം നമുക്ക് തരുന്ന ചില അവസരങ്ങളുണ്ടല്ലോ, അപ്പോഴത് കഠിനമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ പിന്നീടത് രക്ഷാകരമായ അനുഭവങ്ങൾ, ആനന്ദം പ്രദാനം ചെയ്യുന്ന അനുഭവങ്ങൾ ഒക്കെയായി രൂപാന്തരപ്പെടുന്നു. ശിമയോന് എന്തൊരു ഭാഗ്യമാണ്! ദൈവത്തിൻ്റെ ഭാരം ചുമക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. ലോകത്തിൽ നന്മ ചെയ്യുന്ന മനുഷ്യരൊക്കെ ദൈവത്തിൻ്റെ ഭാരമാണ് ചുമക്കുന്നത്. ദൈവത്തിൻ്റെ കുരിശിൻ്റെ ഭാരം രക്ഷാകരമായ ഒരു പ്രവൃത്തിയായി അവൻ്റെ പ്രവർത്തനം, നന്മയുടെ പ്രവർത്തനം മാറുന്നു. മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി കരമുയർത്തുന്ന മോശയുടെ കരം അവൻ പ്രാർത്ഥനയുടെ കരമായി ഉയർത്തപ്പെടുമ്പോഴൊക്കെ ഇസ്രായേൽ ജനത്തിന് വിജയം നൽകിയ ആ കരം താഴുമ്പോൾ അഹറോനും നൂറും ആ കരം ഇങ്ങനെ താങ്ങിപ്പിടിക്കുന്നുണ്ട്. താന്നു പോകാതെ ആ നന്മയുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ അത് താന്നു പോകാതെ അവർ താങ്ങിപ്പിടിക്കുന്നു. ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നമ്മളെ താങ്ങി നിർത്തിയ കരങ്ങൾ ഒക്കെയും ദൈവദൂതന്മാരുടെ കരങ്ങളായിരുന്നു. യാത്രയിലെല്ലാം അങ്ങനെ തന്നെയാണ്. തോബിത്ത് തൻ്റെ യാത്രയിൽ കണ്ടുമുട്ടുന്നൊരുവൻ റഫായേൽ എന്ന ദൂതനായിരുന്നുവെന്ന് പിന്നീടാണ് അവന് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴേക്കും അവൻ ആനന്ദത്തിൻ്റെ മൂർത്തിഭാവമായ, ദൈവത്തിൻ്റെ ആനന്ദത്തിൻ്റെ മൂർത്തിഭാവമായ വിവാഹ വിരുന്നിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കപ്പെടുന്നത്. ഒന്ന് ആലോചിച്ചാൽ, ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ ഒരു പദ്ധതി ഉണ്ടെന്നും ഒന്നും യാദൃച്ഛികമല്ലെന്നും ആകസ്മികമെന്നും നാം കരുതുന്നതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നടക്കുന്നതാണെന്നും തിരിച്ചറിയുമ്പോഴാണ് ദൈവമേ, നീ എന്തൊക്കെയാണ്, ഏതൊക്കെ കരങ്ങളാണ് ശിമയോനെ പോലെ എൻ്റെ വഴിത്താരയിൽ വെച്ചു നീട്ടിയത്. രക്ഷാകരമായ ഈ യാത്രയിൽ യേശുവിൻ്റെ ഭാരം താങ്ങാൻ കിറുവേനക്കാരനായ ശിമയോനെ അവൻ ചുമതലപ്പെടുത്തുന്നത് അപ്പോൾ ഉണ്ടായൊരു കാര്യമല്ല, വഴിത്താരയിൽ അവൻ കാത്തുവെച്ചതാണ്. ദൈവം മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ ഒരു കരം എപ്പോഴും കാത്തുവെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് ദൈവമേ നിനക്ക് നന്ദി, എൻ്റെ നിയോഗത്തെ തിരിച്ചറിയാൻ, ആ നിയോഗത്തിൽ ഞാൻ ചെയ്യേണ്ട നന്മയെ തിരിച്ചറിയാൻ, നന്ദിപൂർവം ജീവിതത്തെ നോക്കിക്കാണാൻ ഒക്കെയും നമുക്ക് സാധിക്കുന്നത്. കരം എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല, പക്ഷെ അവൻ്റെ കരം ആരിലൂടെയും നീട്ടപ്പെടും എന്ന പ്രത്യാശയാണ് നമ്മുടെ യാത്രയെ കുറച്ചുകൂടി സഫലമാക്കുന്നത്, ആനന്ദപ്രദമാക്കുന്നത്, പ്രത്യാശ നിറഞ്ഞത് ആക്കുന്നത്.